Welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന സബർബിനെ പറ്റിയിട്ടാണ്. ഈ സബർബിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സബർബ് അല്ലേ? സബർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ സബർബ്സ് അധികം യൂസ് ചെയ്യാറില്ല. എല്ലാവർക്കും സബർബ് എന്നറിയായിരിക്കും, പക്ഷേ നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു വാക്കാണ് സബർബ് എന്നുള്ളത്. സബർബൻ ട്രെയിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി, എന്നാൽ സിറ്റിയിലല്ല, ഇന്ന് ഇച്ചിരി മാറി നിൽക്കുന്ന സ്ഥലങ്ങളെയെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയസിനെല്ലാം സബർബ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സബർബിൻ്റെ പേര് ബാനിയോ എന്നാണ്. ഒരു ചെറിയൊരു സബർബാണ്. അപ്പോൾ ഈ ഇവിടുത്തെ സബർബ്സിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോന്നോരോന്ന് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. ഓരോന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറി ഷോപ്പാണെങ്കിൽ 1, 2, 3 ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ലൈബ്രറി, ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു ക്ലിനിക്, ഒരു ഫാർമസി, അങ്ങനെ എല്ലാം ഓരോന്നോരോന്ന് അത്യാവശ്യം. എന്നാൽ നമുക്ക് ഈ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ മോളൊന്നുമില്ല, ഞങ്ങളുടെ സബർബിൽ മോളില്ല. ചില സബർബ്സിന് മോളും ഉണ്ട്. ഞങ്ങളുടെ ഒരു ഭയങ്കര ക്യൂട്ട് ലിറ്റിൽ സബർബാണ്. അപ്പോൾ അത് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിത് എടുത്തത് കുറച്ച് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിസ്ബനിൽ നിന്ന് ഞങ്ങൾ സിഡ്നിയിലോട്ട് മൂവ് ചെയ്യാണ്. ഞങ്ങൾ നേരത്തെ സിഡ്നിയിലായിരുന്നു, അപ്പോൾ ഞങ്ങൾ തിരിച്ച് സിഡ്നിയിലോട്ട് മൂവ് ചെയ്യാണ്. സിഡ്നി കുറച്ചും കൂടെ ഒരു ബിസി ലൈഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാമായിട്ടുള്ള നല്ലൊരു ക്യൂട്ട് സബർബാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലവും കൂടെ ആയതുകൊണ്ട് ഞാനത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും കാണാമല്ലോ, നിങ്ങൾക്കും കാണാം. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ സബർബ്സ് എങ്ങനെയൊക്കെയാണ് ഉള്ളൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. എല്ലാ സബർബും ഇങ്ങനെ തന്നെയാണെന്നല്ല, എന്നാലും ഇതൊരു ടൈപ്പ് സബർബ്. അപ്പോൾ ഞാനിത് കോഫീനെ നടത്താൻ പോകുമ്പോൾ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. സമ്മറിൽ എടുത്തു വെച്ച വീഡിയോ ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും കൂടെ പോയിട്ട് ഇവിടുത്തെ ബാനിയോ സബർബ് കാണാം വിത്ത് കോഫി. നമ്മളിപ്പോൾ കോഫിയും കൊണ്ട് വാക്കിന് പോവുക. ദേ കോഫി ഇവിടെ നിൽപ്പുണ്ട്. കോഫി ഉണ്ടോ? കോഫി. ലെറ്റ്സ് ഗോ വാക്കി. അവന് ലെറ്റ്സ് ഗോ വാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും. അപ്പം ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു വീടാണ്. ഒരു നല്ല ക്യൂട്ട് വീടല്ലേ. അത് നമ്മുടെ സ്റ്റേറ്റ് ക്വീൻസ്ലാൻഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഇങ്ങനത്തെ വീടുകൾ. ക്വീൻസ്ലാൻഡേഴ്സ് എന്നാണ് ഇങ്ങനത്തെ വീടുകളെ പറയുന്നത്. തടി കൊണ്ടുള്ള വീടാണ്, പക്ഷേ അവരുടെ ലിവിങ് സ്പേസ് മൊത്തം മുകളിലായിരിക്കും. താഴെ സ്റ്റോറേജും പാർക്കിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് പൊക്കിയാണ് ഇത് പണിതിരിക്കുന്നത്. പണ്ടത്തെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു കൺസ്ട്രക്ഷനാണ് ഈ ക്വീൻസ്ലാൻഡേഴ്സിന്റെ. ഇപ്പോഴും അങ്ങനത്തെ ഒത്തിരി വീടുകളുണ്ട്, പ്രത്യേകിച്ച് ക്വീൻസ്ലാൻഡേഴ്സ് ഒത്തിരി കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ വീടുകളൊക്കെ. കൂടുതലും തടിയുടെ പാനലിംഗ് ഒക്കെയാണ്. ഇത് ഞാൻ നടന്നു പോയപ്പോൾ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കണ്ടത് നല്ലൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടേക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ചെന്നിരുന്ന് കാണാം. പിന്നെ ഇങ്ങനത്തെ പുതിയ കൺസ്ട്രക്ഷനുള്ള വീടുകളും ഉണ്ട്. ഇപ്പൊ കാണുന്ന അതും ഒരു പുതിയ കൺസ്ട്രക്ഷനാണ്, പക്ഷെ ഫ്രണ്ടിൽ വുഡൻ പാനലിംഗ്. ഈ കാണുന്ന വീട് ഒരു ക്വീൻസ്ലാൻഡറാണ്. മുകളിലാണ് അവരുടെ കൂടുതൽ ലിവിങ് സ്പേസ്. പക്ഷെ മോഡേൺ ആയതുകൊണ്ട് കുറച്ച് താഴെയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ക്വീൻസ്ലാൻഡറാണത്. ഇപ്പം സമയം ഒരു 6:30 കഴിഞ്ഞു. എന്നാലും അങ്ങനെ ഇരുട്ടായിട്ടില്ല. സമ്മറിൽ ഒരു 7 മണി 7:30 വരെയൊക്കെ നല്ല ലൈറ്റ് ഉണ്ടാവും. അതുകൊണ്ടിപ്പോൾ കോഫീനെ കൊണ്ട് നടക്കാൻ വന്നിരിക്കുക. ഇപ്പോൾ ബാനിയോ നമ്മുടെ ഏരിയയിൽ കൂടെ വരുന്നത്. കോഫി എല്ലാ വീടുകളിലും കണ്ടോ, എല്ലായിടത്തും നിർത്തിയൊക്കെയാണ് വരുന്നത്. അതാ ട്രെയിൻ പോകുന്നുണ്ട്. ഇത് ബാനിയോ സ്റ്റേഷനിലോട്ടുള്ള ട്രെയിനാണ്. ചെറിയൊരു സബർബാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ കാണാനായിട്ട്. ഞങ്ങൾ നടന്ന് ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷൻ വരുത്തി. അല്ലടാ കോഫിക്കാണെങ്കിൽ ഇവിടുത്തെ കിളികളെ ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ നടക്കാൻ വരുമ്പോഴേ കിളികൾ അവൻ എല്ലാത്തിനും ഓടിക്കുന്നുണ്ട്. അല്ല കോഫി, സ്റ്റേഷനിൽ കൂടെ കയറി പോകാം. സ്റ്റേഷൻ കാണിച്ചു തരാം. ചെറിയ സ്റ്റേഷനാണ് ഇത്. മെയിൻ എൻട്രൻസ് അല്ല, പക്ഷേ ഇതിലേയും കയറാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു പട്ടി വരുന്നുണ്ട്. ഡാൽമേഷ്യനാണ്.
നേരത്തെ ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ പറ്റിയെ കാണിച്ചു തരാവേ. പക്ഷെ ഞാൻ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ഡോഗ് അത്ര ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ കോഫിക്ക് കടി മേടിച്ച് കൊടുക്കുന്നത്, അല്ലാണ്ടേ അവനെ കുരുത്തക്കേട് കൂടുതലാണ്. അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ സ്റ്റേഷൻ കാണിച്ചു തരാവേ. ആ കോഫി, ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ചെറിയ സ്റ്റേഷനാണ്. ഓ, എല്ലായിടത്തും ഡോഗ്സാണ്. കോഫി സ്റ്റേഷനിൽ കൂടെ എവിടെ പോവാ? ട്രെയിൻ കയറി പോകാൻ പോകണോ? അയ്യോ, അവിടെ വലിയൊരു ഡോഗുണ്ട് കേട്ടോ. ഹായ് ഹായ് ഹായ്. ചെറിയ സ്റ്റേഷനാണ്. ഇരിക്കാനുള്ള സ്ഥലം. പിന്നെ ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് ടച്ച് ചെയ്ത് നമ്മുടെ ഇവിടെയാണ് പേയ്മെൻറ്റ്. അല്ലാണ്ട് ടാപ്പും ഉണ്ട്, ടാപ്പ് ചെയ്താലും മതി. ടിക്കറ്റ് ഇതിൽ വരും. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഡിസ്പ്ലേ, ഇങ്ങോട്ടൊക്കെ എപ്പോഴൊക്കെയാണ് ട്രെയിനിനുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെ അതാണ് നമ്മുടെ കുഞ്ഞ് ബാന്യൂ സ്റ്റേഷൻ. ചെറുതാണെങ്കിലും അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിൻസൊക്കെ പോകുന്ന ഒരു സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. നമ്മൾ റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് തുറന്നായിട്ടിരിക്കുന്ന ഇവിടെ സിഗ്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാം. ഓക്കെ, കോഫി കമ്മാ. ഓക്കെ, കോഫി തുള്ളിച്ചാടിയൊക്കെയാണ് പോകുന്നത്. ഓക്കെ, ഇതിലെ വാടാ. ഇതിലേ പോ. ബാന്യൂയുടെ കമ്മ്യൂണിറ്റി ബോർഡാണ്. ബാന്യൂ കമ്മ്യൂണിറ്റി. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇവൻറ്റ് നടക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അവർ പോസ്റ്റർ ഒട്ടിക്കും. അപ്പം നമുക്ക് വന്ന് നോക്കി ചെയ്യുന്നത്. ബാന്യൂയുടെ ജിമ്മ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് ഹാർക്കോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു വൺ ഓഫ് ദ മേജേഴ്സാണ് ഇവർ. ഒരു ഹെയർ ഡ്രസ്സറുണ്ട് നമുക്ക്. പിന്നെ സൈഡ് കഫേ ഭയങ്കര ഫേമസ് ആണ് ഈ ഭാഗത്ത് കേട്ടോ. ബാന്യൂ ഭാഗത്ത് സൈഡ് കഫേ ഭയങ്കര ഫേമസ് ആണ്. രാവിലെ ഇവിടെ ഫുള്ള് ബെഞ്ചസും ടേബിൾസും ആയിരിക്കും. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ബാന്യൂവിലുള്ളത് അതേ ഒരു ഇന്ത്യൻ ഗ്രോസറി ഉണ്ട്, ദീപ്മാല ഗ്രോസറി. ഏത് നേരത്തും ഇത് അടവായിരിക്കും. ഇന്നെന്തോ ഭാഗ്യത്തിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ഹിന്ദിക്കാരുടെ അത് സൈഡാ. ഇവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഓസ്പോസ് ഉണ്ട്. ഓസ്പോസ് എവിടെ? ഓസ്പോസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ പോസ്റ്റ്. ഡോമിനോസ് ഉണ്ട്, ഒരു മസാജ് സെൻറ്റർ ഉണ്ട്. ഇവിടെ പല സാധനങ്ങൾ കിട്ടും, മിസലേനിയസ് സാധനങ്ങൾ കിട്ടും. ഇത് ബാന്യൂ ഹോട്ട് ബ്രെഡ്. ഇതിന്നും അടവാ, അല്ലെങ്കിൽ എപ്പോഴും തുറന്നായിരിക്കുന്നത്. പിന്നെ ഒരു സലോണുണ്ട്. ഇത് ബാന്യൂയുടെ ഒരു സൈഡാണ്. നല്ല വേറെ ഒരു സൈഡും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ബാന്യൂ ലൈബ്രറിയിലോട്ട് പോവാം. നമുക്ക് നല്ലൊരു ലൈബ്രറിയൊക്കെ ഉണ്ട്. ലൈബ്രറി അടച്ചു. ലൈബ്രറി ഒരു 5 മണി വരെ കൊണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. 5 അല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ അടച്ചു. 6 മണി കഴിഞ്ഞല്ലോ, എന്തായാലും അടച്ചിട്ടുണ്ട് ലൈബ്രറി. പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട്, ചെറിയൊരു പാർക്കും. പിന്നെ ഒരു കോർട്ടുണ്ട്. അവിടെ എന്ത് വേണമെങ്കിലും കളിക്കാം. ബാഡ്മിൻ്റൺ കളിക്കാം. ഇപ്പോൾ അവർ കുറച്ച് പേര് വോളിബോളാണ് കളിക്കുന്നത്. ബാന്യൂയുടെ ഒരു കമ്മ്യൂണിറ്റി ഏരിയയാണ് ഇവിടെ. ഈ ബാന്യൂയുടെ തന്നെ ഒരു കൗൺസിൽ എങ്ങാനും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഗ്രൗണ്ട്. ഇവിടെ ബാർബക്യൂ ചെയ്യാം, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, സ്കേറ്റിങ്ങിനുള്ള സ്ഥലമുണ്ട്. ഇതൊരു കോമൺ ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ്. പിന്നെ അവിടെ കോർട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം. അവിടെ ബുക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും വേണ്ട. ഇതെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്, കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള സാധനമാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് പേര് വോളിബോൾ കളിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം. ഞാൻ കാണിച്ചു തരാം. സ്കേറ്റിംഗ് അരീനയുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള
ഏരിയ ഉണ്ട്. പിന്നെ കുറച്ചതാ ഇങ്ങനത്തെ ചെയർസും ബെഞ്ചസും ചുമ്മാ വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണേ. ഇത് ചെറുതാണ്, ഇത് വളരെ ചെറുത്, ഇത്രയേ ഉള്ളൂ. ചില ഭാഗത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ഒരു പ്രദേശം മൊത്തം ഇത് തന്നെയായിരിക്കും. ഇതിപ്പോൾ ഇത് ചെറുതാണ്. പിന്നെ ഇവിടെ കോഫിയാണ് എന്നെ കൊണ്ട് ഫ്രണ്ടിൽ പോകുന്നത്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളും. പിന്നെ ഇതാണ് ബാർബക്യൂവിൻ്റെ സാധനം. അതിന് മുന്നേ ഇത് വാട്ടറാണ്. ഇത് ഡോഗ്സിന് കുടിക്കാം. ഇവിടെ ഡോഗ്സിന് കുടിക്കാനാണ് ഈ താഴെ വെച്ചിരിക്കുന്നത്. കോഫി വേണോ, വെള്ളം വേണോ? പിന്നെ കുടിച്ചോ. നമുക്ക് കുടിക്കണമെങ്കിൽ ഇതാ അങ്ങനെ. അപ്പോൾ ഇത് പബ്ലിക്കായിട്ടുള്ള കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. കോഫിക്ക് ഇപ്പോൾ വെള്ളം വേണ്ട. പിന്നെ അപ്പോൾ ഇതാണ് ബാർബക്യൂ ഏരിയ. ഇത് മിക്ക എല്ലാ കമ്മ്യൂണിറ്റി ഗ്രൗണ്ട്സിലും ഇങ്ങനെ ഒരു കോമൺ ആയിട്ട് ബാർബക്യൂ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് എവിടെയും ബാർബക്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ബാർബക്യൂ ചെയ്യാം. ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇതൊന്നും എവിടെയും ബുക്കൊന്നും ചെയ്യണ്ട. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ തന്നെ വെച്ചാൽ മതി. ഇവിടെ വേസ്റ്റ് ഒന്നും ഇടാണ്ട്, വേസ്റ്റ് ബിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വേസ്റ്റ് എല്ലാം കളഞ്ഞ് നമ്മൾ ഇതേപോലെ തന്നെ കിട്ടിയ പോലെ തന്നെ നമ്മൾ തിരിച്ചത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലാണ്ട് ഇത് ബുക്ക് ചെയ്യാൻ അങ്ങനെയൊന്നും വേണ്ട. പിന്നെ അതാണ് ഗ്രൗണ്ടിൽ ഇപ്പോൾ അവർ എന്തോ കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ എല്ലാം ഉണ്ട്, പ്ലസ് ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂംസുമാണ്. വാഷ് ബേസിൻ ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു കമ്മ്യൂണിറ്റി. ഇതിൻ്റെ പേര്, ഈ ഗ്രൗണ്ടിൻ്റെ പേര് ബാനിയോ മെമ്മോറിയൽ പാർക്ക് എന്നാണ്. നഡ്ജി ടെലിഫോൺ എക്സ്ചേഞ്ച്. ഇത് ഞാനും ഇപ്പോഴാദ്യമായിട്ട് കാണുന്നത്. പഴയത് നഡ്ജി എന്ന് പറയുന്നത് ഇവിടുത്തെ തൊട്ടടുത്തുള്ള സ്ഥലമാണേ. പണ്ടൊക്കെ ടെലിഫോൺസ് ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നപ്പോൾ എക്സ്ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഇല്ലല്ലോ. കൊണ്ട് അടച്ചു കിടക്കുകയെന്ന് തോന്നുന്നു. അതോ ഇനി വേറെ വല്ല കാര്യത്തിന് യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ ഞാനും ഇപ്പോഴാദ്യമായിട്ട് കാണുന്നത്. മടുത്തു. കുറച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരുമായിരിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബാനിയോ ചേർച്ചാണ്, ഹോളി ക്രോസ് ചേർച്ച്. ഇവിടെയാണ് ഞാൻ വരാറ്. ഇതാണ് ചേർച്ചിൻ്റെ സൈഡിലുള്ള ഭാഗം. ഇത് ദ ഹോളി ട്രിനിറ്റി കാത്തലിക് ചേർച്ച്. ഭയങ്കര വലിയ ചേർച്ചല്ല, ചാപ്പലിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. പക്ഷേ ചേർച്ചുമല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന അത്രയും വലിയ ചേർച്ചുമല്ല. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഒരു വീട്, നല്ല ഭംഗിയുണ്ടല്ലേ വീട് കാണാനായിട്ട്. ഇത് വീടല്ല, ആക്ച്വലി പള്ളിയുടെ തന്നെ എന്തോ ആണ്. എന്താണെന്ന് എനിക്ക് എക്സാക്റ്റ് അറിയില്ല. ഈ ഭാഗത്തൊക്കെ ഭയങ്കര പഴയ ബിൽഡിങ്സ്. നോക്കി, ഇതാണ് റെഡ് ഹിൽ റോഡ്. വായിൽ മൊത്തം മണ്ണാണ്. അവിടെ പോയിട്ട് എന്തോ മണ്ണിൽ കളിക്കുന്നുണ്ടായിരുന്നു. കോഫി എന്താ വായിൽ മൊത്തം മണ്ണാക്കി വന്നേക്ക്. ബാ നടക്കാം. ഒരു ചേർച്ചുണ്ട്, അതും ചാപ്പൽ പോലെ തന്നെ, ബാനിയോ പ്രെസ്ബൈറ്റേറിയൻ ചേർച്ച്. എന്ത് ചേർച്ചാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അല്ല, ഈ വീട് കാണാനായിട്ട് ഒരു മരവും, ആ സ്കൈ എന്ത് ഭംഗിയാ. നല്ലൊരു ഫെൻസും, ബ്യൂട്ടിഫുൾ. ഞാൻ അവിടെ നടന്നു വരുമ്പോഴാണ് സ്കൈ ഇച്ചിരി മാറുന്നത് കണ്ടു. ഇപ്പം നേരത്തെ കുറച്ചും കൂടി ഒരു പിങ്കിഷ് ആയിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഓറഞ്ച് ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പുതിയൊരു കൺസ്ട്രക്ഷൻ വീട്. ആക്ച്വലി പുതിയ കൺസ്ട്രക്ഷൻ വീടുകൾ വേറെ ഉണ്ട്, പക്ഷെ ഇത് ഭയങ്കര പ്രത്യേകതരം വീടല്ലേ. ഒരു ബ്ലാക്കായിട്ട്, ചാർക്കോൾ ബ്ലാക്ക്. ഇത് പഴയ വീട്. എന്ത് ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീടുകൾ. കോഫി മടുത്തു ആക്ച്വലി. കമോൺ.
ഗോഫി നടന്ന് മടുത്തു. കുറേ നേരം എൻ്റെ കൂടെ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഇച്ചിരി നേരം എടുത്ത് കൈ പിടിച്ചു. അവനിഷ്ടമല്ല, കയ്യിലിരിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ അവന് ഒത്തിരി മടുത്തു പോയി. അല്ലേ ഗോഫി? ആ, ഇനി ഇറങ്ങണം. എടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് നേരം അടങ്ങിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇറങ്ങണം. നടക്കുമ്പോൾ അവന് വയ്യ. ശരമില്ല. ഇപ്പോൾ എത്തി വീട്ടിലെത്തി. സിങ്സ് കറി ഹട്ട്, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. മറ്റേത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. ഇന്നത്തെ സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ബേക്കറി ഉണ്ട്, അവിടെ ഒരു ലിക്കർ ലാൻഡ് ഉണ്ട്. ലിക്കർ ലാൻഡ് പിന്നെ ഒരു ഹേലീസ് ബേക്കറി. ആൽക്കഹോൾ കിട്ടുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ ആൽക്കഹോൾ കിട്ടുന്നത് ബോട്ടിൽ ഷോപ്സ് എന്നാണ്. ഇവിടെ ബോട്ടിൽ ഷോപ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഓസ്ട്രേലിയൻ സ്ലാങ്ങിൽ പറയുമ്പോൾ ബോട്ടിലോ എന്ന് പറയും. ബോട്ടിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ ഷോപ്സാണ്. അവിടെ നമുക്ക് ആൽക്കഹോൾ മേടിക്കാം, സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ. അപ്പോൾ BWS പിന്നെ ഇപ്പോൾ കണ്ട് ലിക്കർ ലാൻഡ്, ഇവരൊക്കെയാണ് ഈ 2 ഷോപ്സൊക്കെയാണ് ഇങ്ങനത്തെ ബോട്ടിൽ ഷോപ്സ്. ഇത് രണ്ടും അല്ല, വേറെ ഉണ്ട്. പക്ഷേ BWS ആണ് കുറച്ച് വലുത്. ലിക്കർ ലാൻഡ് അത്ര BWSൻ്റെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇല്ലെങ്കിലും ബാനിയലുണ്ട്. ബാനിയലിൽ ഒരു ലിക്കർ ലാൻഡും ഉണ്ട്, BWSും ഉണ്ട്. നമ്മളപ്പോൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ക്രോസ് കടന്നാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പോകാം. സൈനൊക്കെ ഓണാണ്, അപ്പോൾ നമുക്ക് പോകാം. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ഒരു കാഫേ ഉണ്ട്. ക്ലഫാം ജംഗ്ഷൻ എന്നാണ് കാഫേയുടെ പേര്. പണ്ട് 1929 സ്റ്റാർട്ട് ചെയ്ത ഒരു കാഫേ അല്ല, പണ്ടത് റെയിൽവേ റിഫ്രഷ്മെന്റ് ഏരിയ ആയിരുന്നു. ഇപ്പം അത് കാഫേ ആണ്. ബാനിയോ ഫിസിയോതെറാപ്പി, പിന്നെ അവിടെ നമുക്കൊരു ബാനിയോ ക്ലിനിക് ഉണ്ട്. ബാനിയോ പാത്തോളജി, ബാനിയോ ഫാർമസി, ബാനിയോ ക്ലിനിക് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സബർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ടൗൺ, ഒരു സ്മോൾ ടൗൺ എന്ന് വേണേൽ പറയാം. അപ്പോൾ ഒരു സബർബിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2-3 ഗ്രോസറി ഷോപ്സ് ഉണ്ടാവും, പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും, ക്ലിനിക്സ് ഉണ്ടാവും. വലിയ ഹോസ്പിറ്റൽസ് അല്ല, കുഞ്ഞ് ക്ലിനിക്സ് ഉണ്ടാവും, കുറച്ച് കാഫേസ് ഉണ്ടാവും. എസ്പെഷ്യലി ഈ ബാനിയോയിൽ കുറേ കാഫേസ് ഉണ്ട്, നല്ല നല്ല ഭംഗിയുള്ള കാഫേസ്, ഭയങ്കര ഫേമസ് ആയ കാഫേസൊക്കെ ഉണ്ട്. വേറെ സബർബിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ആ കാഫേ വരാൻ വേണ്ടി മാത്രം വരുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ക്ലഫാം ഉണ്ടല്ലോ, ക്ലഫാം 1920 തുടങ്ങിയതാണ്. അതൊരു റെയിൽവേ റിഫ്രഷ്മെൻറ്റ് സെൻറ്ററായിരുന്നു. ഇപ്പോൾ അത് മാറി കാഫേ. അത് ഞാൻ പിന്നെ വേറൊരു ദിവസം വേറൊരു വ്ളോഗായിട്ട് കാണിക്കാം. അപ്പോൾ സബർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ടൗൺ, അവിടെ റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും കൂടുതലും. പക്ഷെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഈ ഗ്രോസറി ഷോപ്പ്, ബോട്ടിൽ ഷോപ്പ്, മീറ്റ്, പിന്നെ ഗിഫ്റ്റ് മേടിക്കാനുള്ളത്, പോസ്റ്റ് ഓഫീസ്, ക്ലിനിക്സ്, കാഫേസ് എല്ലാം തന്നെ ഉണ്ടാവും. അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഉണ്ടാവും. മോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മോളൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ വലിയ സബർബായിരിക്കണം. ഇങ്ങനെ ഒരു ചെറിയ സബർബിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 6:30-7 മണിയായി കാണും. സമ്മർ ആയതുകൊണ്ട് വലിയ ഇരുട്ടൊന്നും ആയിട്ടില്ല. പക്ഷേ ഇവിടെ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം പെട്ടെന്ന് തന്നെ നേരത്തെ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഓസ്ട്രേലിയയിൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് വൈറ്റ്സ്, അവർ നേരത്തെ കിടന്നുറങ്ങും, നേരത്തെ എണീക്കും, നേരത്തെ ഓഫീസിൽ വരും, നേരത്തെ പണി ചെയ്യും, നേരത്തെ അവർ വീട്ടിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു മേ ബി ഒരു 35 എബോവ് അല്ലെങ്കിൽ 40 എബോവ്, 35 എബോവ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 40 എബോവ് ഉള്ള ആൾക്കാരൊക്കെ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ അവരൊരു 6 o'clock ഒക്കെ ആകുമ്പോഴത്തേനും അവരുടെ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി 6:30 അല്ലെങ്കിൽ 7 തന്നെ അവരുടെ ഡിന്നറെല്ലാം കഴിച്ചിട്ടുണ്ടാവും. പിന്നെ അവർ അധികം നേരം നമ്മളെപ്പോലെ ലേറ്റായിട്ട് ഇരിക്കില്ല, ഒരു 8:30, 9 ഒക്കെ ആകുമ്പോൾ കിടക്കും, നേരത്തെ എണീക്കും, അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സബർബ്സിലൊക്കെ, എസ്പെഷ്യലി ഇങ്ങനത്തെ സ്മോൾ സബർബ്സിലൊക്കെ, ഈ സബർബ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി റിട്ടയറീസ് ഉള്ള സബർബാണ്. അപ്പോൾ
റിട്ടയറീസൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ സബർബ് കംപ്ലീറ്റ് റിട്ടയറീസ് ഒന്നുമല്ല. ഇപ്പോൾ കണ്ടു ഇത്രയും കാർസൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിൻ്റെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ തന്നെയാണ് കൂടുതലും ഫാമിലീസ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സബർബ് ആണെങ്കിൽ പോലും കണ്ടില്ലേ, ഇവിടെ പൊതുവേ അങ്ങനെ ആൾക്കാർ ഭയങ്കര കുറവാണ്. ഒന്നാമത് ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്, പുറത്തൊക്കെ പോകേണ്ടവർ പുറത്ത് പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പൊതുവേ ഏത് ദിവസം വന്ന് നോക്കിയാലും ഇതിൽ നിന്ന് അങ്ങനെ ഒത്തിരി വ്യത്യാസമൊന്നും വരാറില്ല. രാവിലെ വരും, രാവിലെ ഓടാനും ഒക്കെ ആയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടാവും. ഈ ഇടയ്ക്കും ഇതേപോലെ വൈകുന്നേരങ്ങളിൽ ഓടുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഡോഗ്സിനെ നടത്താൻ വരുന്നവർ, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. സിഡ്നിയിൽ പിന്നെയും കുറച്ചും കൂടെ ക്രൗഡഡ് ആണ്. ഇപ്പോൾ സിഡ്നിയിൽ പിന്നെയും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷേ ക്വീൻസ്ലാൻഡിൽ കുറച്ചും കൂടി ലെയ്ഡ് ബാക്കാണ്. ആൾക്കാർ കുറച്ചും കൂടി ഒരു സ്ലോ പേസിൽ ജീവിക്കുന്നവരാണ്. വലിയ ഹറിബറിയൊന്നുമില്ല. 1 മണിക്കൂറായി ഞാൻ ഇവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഓരോ വീടിൻ്റെ ഫുട്ടേജ് എടുക്കുന്നു, ഇതും കൊണ്ടും വർത്താനം പറയുന്നു, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. ഇത് ഞാൻ പറഞ്ഞ ഒരു ചെറിയ സബർബാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഒരാൾ അവരുടെ വീടിൻ്റെ മുന്നിൽ കൂടി 10 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലോ, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ ഫുട്ടേജ് എടുക്കുന്നത് അവരങ്ങനെ ശ്രദ്ധിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ ആൾക്കാർ നോട്ടീസ് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഫോറംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ബാനിയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ക്രൈംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എന്നിട്ട് പറയായിരുന്നു, ഇപ്പോൾ കോഫിയെ കൊണ്ട് ഞാനിങ്ങനെ നടക്കുക 1 മണിക്കൂറായിട്ട്. ഇപ്പോൾ ഒരാൾ എന്നെ ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്താണ് ഇങ്ങനെ ഒരു കുറേ നേരമായിട്ട് എല്ലാ വീഡിയോകളുടെയും ഫുട്ടേജും ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് അവർക്ക് തോന്നും. മിക്കവാറും നാളെ എൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബാനിയുടെ കമ്മ്യൂണിറ്റി വരുന്ന എനിക്ക് തോന്നുന്നുണ്ട്. മിക്കവാറും വരുമായിരിക്കും. ഇവിടുത്തെ ടീനേജേഴ്സിൻ്റെ കുറച്ച് ശല്യമുണ്ട്. ടീനേജേഴ്സ് ഇവിടെ ഇച്ചിരി അലമ്പുണ്ട്. അവർ ചിലപ്പോൾ രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ വന്നിട്ട് ഡോറിൽ വന്നിട്ട് നോക്ക് ചെയ്തിട്ട് ഓടും. അപ്പോൾ പേടിയാവില്ലേ? അപ്പോൾ അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ചില വീടുകളിൽ ബ്രേക്കിങ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു. അത് പിന്നെ അത് എല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടാലൊക്കെ ആൾക്കാർ അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ മിക്ക വീട്ടിലും CCTV ക്യാമറയുണ്ട്. പിന്നെ അല്ലെങ്കിൽ കാറ് പുറത്താണ് ഇട്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഡാഷ്ബോർഡ് ക്യാമിൽ ഫുട്ടേജ് വരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആൾക്കാർ എടുത്തിടും. ഇവർക്ക് മിണ്ടിയ പറഞ്ഞാൽ പേടിയാണ്. ഞാൻ മിക്കവാറും ഇത് സസ്പീഷ്യസ് ആയിട്ട് എന്നെ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ സബർബൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് ഈ സബർബിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് കം വില്ല കം പിന്നെന്താ ടൗൺ ഹൗസ് എല്ലാം കൂടെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ പൂളും ഗാർഡൻ ഏരിയയും ബാർബക്യൂ ചെയ്യാം, അതിനുള്ള ഏരിയയും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി. ഗേറ്റഡ് അല്ല, പക്ഷേ ഗേറ്റഡ് പോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഇൻഡിവിജ്വൽ ഹൗസസ് ആണ്. പക്ഷേ ഇങ്ങനെ വാൾ ടു വാൾ കണക്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ടെറസസ് ആണ്. ടെറസസ് എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം. അതും ഇൻഡിവിജ്വൽ ഹൗസസ് തന്നെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഗറാജസ് ഉണ്ട്. ഈ ഹൗസസിന് ഇവിടെയും ഓപ്പണിംഗ് ഉണ്ട്, ഇതിൻ്റെ പുറകിലും ഓപ്പണിംഗ് ഉണ്ട്. ഇതൊക്കെ ഇൻഡിവിജ്വൽ ഹൗസസ് ആണ്. നമ്മുടെ ഫ്ലാറ്റ് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് 2 ബിൽഡിംഗ് ആയിട്ടാണ്. പാർക്കിങ് അണ്ടർഗ്രൗണ്ടിലാണ്, ബേസ്മെൻറ്റിൽ. ഇതാണ് നമ്മുടെ റെക്രിയേഷണൽ ഏരിയ. അപ്പം നമ്മുടെ കയ്യിലെ കീ തന്നെ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. അപ്പോൾ റെസിഡൻസിന് മാത്രമേ ഉള്ളൂ ആക്സസ് ഇതിനകത്തോട്ട്. ഇവിടെ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഇവനെ കളിക്കാൻ വിടാറുണ്ട്, പക്ഷേ ഓഫ് ലീഷ് ചെയ്യാറില്ല. ഓഫ് ലീഷ് ചെയ്യാൻ പാടില്ല ഇവിടെ. അപ്പോൾ അല്ലാണ്ട് ഇവനെ ലീഷോട് തന്നെ വിടും. ഇപ്പം അവൻ പോകുന്നത് എന്തിനാണെന്നറിയോ? ആ പക്ഷീനെ പിടിക്കാനാ. അയ്യോ, ഇതൊരു അപ്പാർട്ട്മെൻറ്റ്. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്.
പിന്നെ ഇവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് പണി നടന്നുകൊണ്ടിരിക്കുക. ഈ പണിയൊക്കെ പെട്ടെന്നാട്ടോ നടക്കുന്നത്. ഇത് ഇത്രയും പണിത് ഒരു 6 months 8 months ഒരു ഡ്യൂറേഷനിലാണ്. പിന്നെ അവിടെ പൂളുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഇങ്ങോട്ട് കാണിക്കുന്നില്ല കാരണം അവിടെ ആൾക്കാരുണ്ട്. പിന്നെ ഉള്ളത് ഇതൊക്കെ പുതിയ പുതിയ ഹൗസസാണ്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ ഏരിയ ആണ്. ഇവിടെ ഇതേപോലെ ബാർബക്യൂ ഒക്കെ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാപ്പുണ്ട്, 2 ബാർബക്യൂ പ്ലേസസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഡൈനിങ് ടേബിൾ, കൗച്ച്, TV, കിച്ചണുണ്ട്, ഒരു പൂൾ ടേബിളുണ്ട്, പിന്നെ ലൈബ്രറി, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ പാർട്ടിയൊക്കെ നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ ഇതാണ് ഇവിടുത്തെ പൂള് ഞാൻ അങ്ങോട്ട് സൂം ചെയ്യുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങോട്ട് ഞാൻ സൂം ചെയ്യുന്നില്ല. ജിമ്മുണ്ട്, വലിയ ജിമ്മല്ല, പക്ഷെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ള ജിമ്മുണ്ട് ഇവിടെ. തുറക്കാം. പിന്നെ 2 കോമൺ വാഷ്റൂംസ്, കാരണം സ്വിമ്മിംഗ് പൂൾ ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇതാണ് നമ്മുടെ പൂൾ. നല്ല പൂളാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങാറുണ്ട്. ഹീറ്റഡ് പൂളാണ്, അതുകൊണ്ട് വിൻ്ററിൽ ഇറങ്ങാനും വലിയ പ്രശ്നമൊന്നുമില്ല. ഫുൾ എല്ലായിടത്തും ട്രീസും പ്ലാന്റ്സൊക്കെ വെച്ച് ഇവിടെ ഫുള്ള് എപ്പോഴും ഗാർഡനേഴ്സൊക്കെ വന്ന് രാവിലെ ഭയങ്കര ഭംഗിയാണ്, എപ്പോഴും ഭംഗിയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റും കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ബാനിയയുടെ അതർ എൻഡ് കാണിച്ചു തരാം. ബാനിയയുടെ ഒരു പകുതി ഭാഗമാണ് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ, അപ്പോഴത്തേനും ഇരുട്ടായി. അപ്പോൾ പിന്നെ ഞാൻ അത് വൈൻഡപ്പ് ചെയ്ത ഫുട്ടേജ് അത്രയും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സൈഡും കൂടെ കാണിക്കാനുണ്ടായിരുന്നു, ഷോപ്സൊക്കെ ഉള്ളത്, നമ്മുടെ ഗ്രോസറി ഷോപ്പൊക്കെ ഉള്ള സ്ഥലം. ഇതൊരു കാഫെയാണ്. ഈ കാഫയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവർ ജോലി കൊടുക്കും. പിന്നെ പൊതുവെ ഇവിടെ ഓസ്ട്രേലിയയിലെ കാഫെ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ടൊരു 2 മണി 3 മണി ആകുമ്പോഴത്തേനും കാഫേസൊക്കെ അടയ്ക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഫെ കൾച്ചർ പോകുന്നത്. ഇതൊരു കാഫെയാണ്, ഇത് കുറച്ചും കൂടെ വലിയൊരു കാഫെയാണ്. പക്ഷെ ഇത് അടച്ചു ഇപ്പോൾ, കാരണം ഞാനിത് എടുക്കുമ്പോൾ 4 മണി 5 മണി വരെ 5 മണിയായി. ഇത് 3 മണിക്ക് അടച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ യൂഷ്വലി റെസ്റ്റോറൻറ്റ്സ് കുറച്ചും കൂടെ നേരം ഉണ്ടാവും, ലൈക്ക് 9 മണി വരെയൊക്കെ ഉണ്ടാവും. കാഫേസ് നേരത്തെ അടയ്ക്കും. പിന്നെ ഓൺ എ റോൾ, ഇതൊരു നല്ലൊരു ജാപ്പനീസ് സുഷി കിട്ടുന്നൊരു സ്ഥലമാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ ഫേവറേറ്റ് സ്ഥലം. ഇത് നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ല, പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ നല്ല ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും. ഞങ്ങൾ ഇവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി വരാറ്. പിന്നെ ഇതൊരു തായ് പ്ലേസ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഗ്രോസറി മേടിക്കുന്ന സ്ഥലം, വൂൾവേഴ്സ് എന്നാണെങ്കിലും വൂളീസ് എന്നാണ് ഇവിടെ എല്ലാവരും പറയാറ്. ഇവിടെ എല്ലാത്തിനും ഷോർട്ട് ഫോം ആണല്ലോ, അപ്പോൾ വൂൾവേഴ്സിനെ വൂളീസ് എന്നാണ് പറയാറ്. പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്നതാണ് BWSലാണ് ആൽക്കഹോൾ കിട്ടുന്നത്. വൂൾവേഴ്സും BWSും അടുത്തടുത്ത്. പിന്നെ ഇതേപോലെ ഒരു ഫാർമസി ഉണ്ട്, ബാനിയോ മീറ്റ് സർവീസ് ഉണ്ട്. അവിടെ മീറ്റ് കിട്ടും. പിന്നെ കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചെറിയ സബബ് ബാനിയയുടെ വിശേഷങ്ങൾ. ചെറിയൊരു സബബ് എന്നെല്ലാം കിട്ടും, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു നല്ലൊരു ക്യൂട്ട് സബബാണ്, ജീവിക്കാൻ ഭയങ്കര സുഖമാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഒന്ന് ഗ്രോസറി മേടിക്കാൻ വേണ്ടി ഒന്ന് പോകുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 10 പേരെ കാണും. അവർ നമ്മളെ ഗ്രീറ്റ് ചെയ്തിട്ട് ഹലോ ഹായ് ഹൗ ആർ യു ചോദിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ട്. ഭയങ്കര ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സബർബിൽ. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ബാനിയയുടെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.